നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് വെക്റ്റർ പ്രോസസ്സേഴ്സ്. സോ നമ്മൾ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് സ്കെയിലാർ പ്രോസസ്സേഴ്സിനെ പറ്റിയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വെക്റ്റർ പ്രോസസ്സേഴ്സ് എന്താണ് എന്നാണ്. വെക്റ്റർ പ്രോസസ്സർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം, സ്കെയിലാർ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേഷനാണ് അവിടെ നടക്കുന്നുള്ളൂ. അതായത് ആഡ് R1 R3 R1 R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് വാല്യൂസിനെ R1നെയും R2നെയും ആഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ടിനെ എടുത്ത് R3യിൽ വയ്ക്കുന്നു. ഇവിടെയെല്ലാം സിംഗിൾ വാല്യൂസാണ്. 5 4 3 2 1 എന്നൊക്കെ പറയുന്ന പോലത്തെ സിംഗിൾ വാല്യൂസിനെയാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ വെക്റ്റർ പ്രോസസ്സേഴ്സ് എടുക്കുകയാണെങ്കിൽ n ഓപ്പറേഷൻസ് ആണ് ഇവിടെ നടക്കുന്നത്. അതായത് ഒരു സിംഗിൾ വാല്യൂവിനെ അല്ല, ഒരു അറേ ഓഫ് വാല്യൂസിനെയാണ് നമ്മൾ ആഡും ചെയ്യുന്നത്. സോ V1 V2 ആൻഡ് V3 എടുക്കുകയാണെങ്കിൽ V1 ഒരു വെക്റ്ററാണ്. അതിൻ്റെ അകത്ത് n ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്, n വാല്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു അറേ ഓഫ് വാല്യൂ ആയിട്ട് നമുക്ക് V1നെ കൺസിഡർ ചെയ്യാം. V1 എന്ന് പറയുന്ന അറേനെയും V2 എന്ന് പറയുന്ന അറേനെയും തമ്മിൽ ആഡ് ചെയ്ത് V3 എന്ന് പറയുന്ന ഒരു പുതിയ അറേനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു വെക്റ്റർ ഓപ്പറേഷൻസ് നടക്കുക. സോ വെക്റ്റർ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഒരു ലീനിയർ അറേ ഓഫ് നമ്പേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഹാവ് ഹൈ ലെവൽ ഓപ്പറേഷൻസ് ദാറ്റ് വർക്ക്സ് ഓൺ ലീനിയർ അറേ ഓഫ് നമ്പേഴ്സ്. പ്രോപ്പർട്ടീസ് ഓഫ് വെക്റ്റർ പ്രോസസ്സേഴ്സ്. എന്തൊക്കെയാണ് വെക്റ്റർ പ്രോസസ്സേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. Each result is independent of previous result. ഓരോ റിസൾട്ടിനും പ്രീവിയസ് റിസൾട്ടുമായിട്ട് ബന്ധമൊന്നുമില്ല. ലോങ് പൈപ്പ്ലൈൻ ആണ്. കമ്പൈലർ ഡിപ്പെൻഡൻസീസ് ഒന്നുമില്ല എന്ന് എൻഷുവർ ചെയ്യുന്നു. ക്ലോക്ക് റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. വെക്റ്റർ പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നതാണ് ഏറ്റവും ക്ലോക്ക് റേറ്റ് കൂടിയ, CPI ഏറ്റവും കുറഞ്ഞ ടൈപ്പ് ഓഫ് പ്രോസസ്സേഴ്സ് ആണ് വെക്റ്റർ പ്രോസസ്സർ എന്ന് പറയുന്നത്. വെക്റ്റർ ഇൻസ്ട്രക്ഷൻസ് ആക്സസ് മെമ്മറി വിത്ത് എ നോൺ പാറ്റേൺ ആയിട്ടാണ് മെമ്മറീനെ ആക്സസ് ചെയ്യുന്നത്. ഹൈലി ഇൻ്റർലീവ്ഡ് മെമ്മറിയാണ് ഇവിടെ ഉള്ളത്. അമോർട്ടൈസ് മെമ്മറി ലേറ്റൻസി ഓഫ് ഓവർ 64 എലമെൻസിന് വരെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെമ്മറി ലേറ്റൻസി. നോ ഡാറ്റ ക്യാഷ് ഇസ് റിക്വയർഡ്. ഒറ്റയടിക്ക് 64 എലമെൻറ്റിനെ നമുക്ക് എടുത്തു വയ്ക്കാമെങ്കിൽ പിന്നെ എന്തിനാ ക്യാഷ്? ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ഇൻസ്ട്രക്ഷൻ ക്യാഷ് ഓൾസോ. ഇറ്റ് ഈസ് സോ ഫാസ്റ്റ്. ഇറ്റ് റെഡ്യൂസസ് ബ്രാഞ്ചസ് ആൻഡ് ബ്രാഞ്ച് പ്രോബ്ലംസ് ഇൻ പൈപ്പ്ലൈൻ. സിംഗിൾ വെക്റ്റർ ഇൻസ്ട്രക്ഷൻ ഇംപ്ലൈസ് ലോട്ട് ഓഫ് വർക്ക്. ഒരു വെക്റ്റർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ ലോട്ട് ഓഫ് വർക്കാണ് നടക്കുന്നത്. ഒരു വെക്റ്റർ ഓപ്പറേഷനിൽ തന്നെ നമ്മൾ സാധാരണ സ്കെയിലാറിൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാം പോലെ അത്രയ്ക്കുള്ളൊരു ഇത് നമുക്ക് വെക്റ്ററിൽ ഒരു ഇൻസ്ട്രക്ഷനിൽ ചെയ്തു തീർക്കാനായിട്ട് പറ്റും. ഫ്യൂവർ ഇൻസ്ട്രക്ഷൻ ഫെച്ചസേ ഇവിടെ നടക്കുന്നുള്ളൂ. ബിക്കോസ് ആ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് തന്നെ വെക്റ്റർ വാല്യൂ ആണ്. അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ അവിടെ കംപ്ലീറ്റ് ആകുന്നുണ്ട്. വെക്റ്റർ പ്രോസസ്സറിൻ്റെ വെക്റ്റർ ഓപ്പറേഷൻസ് ആർ SIMD ആണ്. സിംഗിൾ ഇൻസ്ട്രക്ഷൻ ആൻഡ് മൾട്ടിപ്പിൾ ഡാറ്റയാണ്. ഈച്ച് എലമെൻറ്റ് ഈസ് കമ്പ്യൂട്ടഡ് ബൈ എ വിർച്വൽ പ്രോസസ്സർ ആണ് ഓരോ എലമെൻറ്റും കമ്പ്യൂട്ട് ചെയ്യുന്നത്. നമ്പർ ഓഫ് വെർച്വൽ പ്രോസസ്സർ ഇസ് ഗിവൺ ബൈ വെക്റ്റർ ലെങ്ത്. വെക്റ്ററിൻ്റെ ലെങ്ത് അനുസരിച്ചിരിക്കും വെക്റ്റർ പ്രോസസ്സേഴ്സിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. ആൻഡ് വെക്റ്റർ കൺട്രോൾ രജിസ്റ്റേഴ്സ്. വെക്റ്റർ രജിസ്റ്റർ ഫയൽസ് എന്ന് പറഞ്ഞാൽ ഈച്ച് രജിസ്റ്റർ ഈസ് ആൻ അറേ ഓഫ് എലമെൻറ്റ്സ് ആണ്. സൈസ് ഓഫ് ഈച്ച് രജിസ്റ്റർ ഡിറ്റർമിൻസ് ദി മാക്സിമം വെക്റ്റർ ലെങ്ത്. വെക്റ്ററിൻ്റെ ലെങ്ത് രജിസ്റ്റർ ഇറ്റ് ഡിറ്റർമിൻസ് വെക്റ്റർ ലെങ്ത് ഫോർ എ പെർട്ടിക്കുലർ ഓപ്പറേഷൻ. മൾട്ടിപ്പിൾ പാരലൽ എക്സിക്യൂഷൻ യൂണിറ്റ്സിനെ നമുക്ക് ലെയിൻസ് അല്ലെങ്കിൽ പൈപ്പ് ലൈൻസ് അല്ലെങ്കിൽ പൈപ്സ് എന്ന് വെക്റ്റർ പ്രോസസ്സറിൽ വിളിക്കാം. So vector processor is a co-processor designed to perform vector computations. സാധാരണഗതിയിൽ വെക്റ്റർ പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു സ്കെയിലാർ പ്രോസസ്സറിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ വെക്റ്റർ പ്രോസസ്സർ വയ്ക്കുന്നത്. അവിടെ സ്കെയിലാർ കമ്പ്യൂട്ടേഷൻസ് വരികയാണെങ്കിൽ നമ്മൾ സ്കെയിലാർ യൂണിറ്റ് അത് സാധാരണ പോലത്തെ നമ്മുടെ CPU-ലുള്ള സ്കെയിലാർ യൂണിറ്റ് അത് ചെയ്യും. വെക്റ്റർ പ്രോസസ്സർ ആണ് വരുന്നതെങ്കിൽ ദെൻ ദർ വിൽ ബി എ വെക്റ്റർ യൂണിറ്റ്.
ആ വെക്റ്റർ യൂണിറ്റ് ആണ് അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം ചെയ്യുന്നത്. സോ വെക്റ്റർ കമ്പ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ലാർജ് അറേ ഓഫ് ഓപ്പറാൻസിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ആണ് വരുന്നത്. സെയിം ഓപ്പറേഷൻ ആണ് നമ്മൾ ഓവർ അറേ ഓഫ് ഓപ്പറാൻസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ SIMD ആണ് എന്നും പറയാൻ കാരണം. സിംഗിൾ ഇൻസ്ട്രക്ഷൻ തന്നെ മൾട്ടിപ്പിൾ ഡാറ്റയിലാണ് ഇവിടെ ചെയ്യുന്നത്. ഒരേ ഇൻസ്ട്രക്ഷനെ ഒരു അറേ കംപ്ലീറ്റ്ലി ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇവിടെ SIMD ആണ് എന്ന് പറയാൻ കാരണം. വെക്റ്റർ പ്രോസസ്സർ മേ ബി ഡിസൈൻഡ് വിത്ത് ആർക്കിടെക്ചേഴ്സ് രജിസ്റ്റർ ടു രജിസ്റ്റർ വെക്റ്റർ പ്രോസസ്സർ ആൻഡ് മെമ്മറി ടു മെമ്മറി വെക്റ്റർ പ്രോസസ്സർ. രജിസ്റ്റർ ടു രജിസ്റ്റർ വെക്റ്റർ പ്രോസസ്സർ രജിസ്റ്റർ ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ ആണ്. ഇവിടെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഷോർട്ടർ ഇൻസ്ട്രക്ഷൻ ആണ്. വെക്റ്റർ രജിസ്റ്റർ ഫയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. മെമ്മറി ടു മെമ്മറി വെക്റ്റർ പ്രോസസ്സറിൻ്റെ അകത്ത് മെമ്മറി ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ, അതായത് ഇൻസ്ട്രക്ഷൻസ് എല്ലാം മെമ്മറിയിലാണ്, അത് മെമ്മറിയിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ട് വേണം. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് കുറച്ച് വലുതായിരിക്കും, ലോങ്ങർ ഇൻസ്ട്രക്ഷൻ ആണ്. ഒരു തവണ മെമ്മറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയില്ല, അത് പെട്ടെന്ന് ചെയ്ത് കിട്ടും നമുക്ക്. ഇൻസ്ട്രക്ഷൻസ് മേ ഇൻക്ലൂഡ് മെമ്മറി അഡ്രസ്സസ് ഉണ്ടാകും മെമ്മറി ടു മെമ്മറി വെർച്വൽ പ്രോസസ്സറിൽ. So vector instruction, a register based vector instruction appear in most register to register vector processor like Cray supercomputer. Cray supercomputer ഒക്കെ വെക്റ്റർ പ്രോസസ്സേഴ്സ് ആണ്. അതിൻ്റെ അകത്ത് രജിസ്റ്റർ ടു രജിസ്റ്റർ പ്രോസസ്സർ ആർക്കിടെക്ചർ ആണ് യൂസ് ചെയ്യുന്നത്. വെക്റ്റർ ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഈക്വൽ ഇൻ ബോത്ത് ഓപ്പറാൻഡ്സ് ആൻഡ് ഇൻ എ ബൈനറി വെക്റ്റർ ഇൻസ്ട്രക്ഷൻ. Reduction is an operation on one or two vector operands and the result is a scalar. So reduction എന്ന് പറയുന്നത് 1 or 2 വെക്റ്റർ ഓപ്പറാൻസിൽ വരുന്ന ഒരു ഓപ്പറേഷൻ ആണ്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് സ്കെയിലാർ ആണ്. സജസ്റ്റ് ഡോട്ട് പ്രോഡക്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ രണ്ട് വെക്റ്റേഴ്സ് തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത് റെഡ്യൂസ് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ സ്കെയിലാർ വാല്യൂ കിട്ടുന്ന രീതിക്ക് അങ്ങനെയുള്ള ഓപ്പറേഷൻസും ഇവിടെ ഉണ്ട്. These vector operations are performed by dedicated pipeline units including functional pipelines and memory access pipelines. ഈ വെക്റ്റർ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പൈപ്പ് ലൈൻ യൂണിറ്റ്സ്, അതായത് അറ്റ് എ ടൈമിൽ ഇങ്ങനെ ചെയ്ത് പോകാനായിട്ടുള്ള പൈപ്പ് ലൈൻ യൂണിറ്റ്സ് തന്നെ ഇതിൻ്റെ അകത്തുണ്ട്. മെമ്മറി ആക്സസിന് വേണ്ടിയിട്ടും ഫങ്ഷൻ പൈപ്പ് ലൈൻസിന് വേണ്ടിയിട്ടും സെപ്പറേറ്റ് പൈപ്പ് ലൈൻസ് ഉണ്ട്. ലോങ് വെക്റ്റേഴ്സ് ആണ് ഇവിടെ. Exceeding register length n must be segmented to fit into the vector register n elements at a time. Long vectors വരുവാണെങ്കിൽ അത് ലെങ്ത് കുറച്ച് ഈ വെക്റ്റർ രജിസ്റ്റേഴ്സിൽ പറ്റുന്ന രീതിക്ക് ആക്കി മാറ്റി വയ്ക്കണം. സോ ഇതാണ് ഒരു എക്സാമ്പിൾ. രജിസ്റ്റർ ബേസ്ഡ് വെക്റ്റർ ഇൻസ്ട്രക്ഷൻ ആണ് എങ്കിൽ VI എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു വെക്റ്റർ രജിസ്റ്റർ ഓഫ് ലെങ്ത് n ആണ്. SI ഒരു സ്കെയിലാർ രജിസ്റ്റർ ആണ്, അതായത് സ്കെയിലാർ വാല്യൂ ഇൻറ്റു ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. V1 ഡോട്ട് V2 ചെയ്യുവാണെങ്കിൽ V3 വി ഗെറ്റ് എ ബൈനറി വെക്റ്റർ ബാക്ക്. S1 ഡോട്ട് V1 ചെയ്യുവാണെങ്കിൽ, അതായത് നമ്മൾ ഒരു അറേ ഇൻറ്റു ഒരു X ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ അറയ്ക്കകത്തെ എല്ലാ വാല്യൂയിലേക്കും ഇൻറ്റു 2 എന്ന് പറയുന്ന ഒരു വാല്യൂ ചെയ്യണം. ദാറ്റ് ഈസ് കോൾഡ് സ്കെയിലിംഗ്. നമ്മൾ അതിന് എല്ലാത്തിനും ഒരുമിച്ച് ഒരേ എമൗണ്ടിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് സ്കെയിലിംഗ്. സോ S1 ഇൻറ്റു V1 gives V2, that is called scaling. V1 into V2 gives a scalar value, that is called binary reduction. രണ്ട് വെക്റ്റർ വാല്യൂസിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഒരു ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് വി ഗെറ്റ് എ സ്കെയിലാർ വാല്യൂ, ദാറ്റ് ഈസ് കോൾഡ് ബൈനറി റിഡക്ഷൻ. ഒരു മെമ്മറി എടുക്കുന്നു, ആ മെമ്മറീനെ വെക്റ്ററിലേക്ക് ലോഡ് ചെയ്യുന്നു. ദെൻ that is denoted in M of 1 to n to V1, that is vector load. Then we can vector store ചെയ്യാം, നേരെ റിവേഴ്സ് ഓപ്പറേഷൻ. V1 to M 1 to n, that is vector store. V1 can be load into V2, unary vector. V1 S1 ലേക്ക്, that is unary reduction ചെയ്യാം. മെമ്മറി ബേസ്ഡ് ഇൻസ്ട്രക്ഷൻസ് മീൻസ് എല്ലാം മെമ്മറിയിലാണ്. ഹിയർ വി ഹാവ് മെമ്മറി, എല്ലാ മെമ്മറി ഓപ്പറേഷൻസ് ആയിരിക്കും ഇവിടെ നടക്കുന്നത്.
സെയിം തിങ് തന്നെ അവിടെ ഇൻസ്റ്റെഡ് ഓഫ് V1 V2 ഹിയർ വി ഹാവ് മെമ്മറി അഡ്രസ്സസ്. 1 to n എന്ന് പറഞ്ഞാൽ മെമ്മറി അറയാണ്. 1 മുതൽ n വരെയുള്ളൊരു മെമ്മറി അറയാണ്. M1 M2 ഗിവ്സ് M1 to n. അതിൻ്റെ ആൻസറാണ് M1 to n ലോഡ് ചെയ്യേണ്ടത്. സ്കെയിലിംഗ്, സോ ദീസ് ആർ ഡിനോട്ടഡ് ഇൻ. തേർഡ് വൺ എന്ന് പറയുന്നത് നമുക്കവിടെ ഒരേ ഒരു ഓപ്പറാൻഡേ ഉള്ളൂ. സോ യൂണറി വെക്റ്റർ ആണ് അവിടെ ചെയ്തേക്കുന്നത്. തേർഡ് വണ്ണിൽ നമ്മൾ ഇതുപോലെ തന്നെ M1 M2നെയും ചെയ്യുമ്പോൾ നമുക്ക് MK എന്ന് പറയുന്ന ഒരു മെമ്മറി, ഒരു സിംഗിൾ മെമ്മറി ലൊക്കേഷൻ കിട്ടി. യൂണറി റിഡക്ഷൻ ചെയ്യുന്നു. സോ ദീസ് ആർ വെക്റ്റർ ഇൻസ്ട്രക്ഷൻസ്. So vector pipelines are denoted like here. Scalar pipelines ആണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഫിഗർ. വെക്റ്റർ പൈപ്പ്ലൈൻസ് വരുമ്പോൾ നമുക്ക് ഈച്ച് എക്സിക്യൂട്ട് സ്റ്റേജ് ഓപ്പറേറ്റ്സ് ഓൺ എ വെക്റ്റർ ഓപ്പറാൻഡ്. സോ ഇറ്റ് ഈസ് much faster. We get output like in very less time. So that is about vector processors. They require very less cycle per instruction, and they operate on very high clock rate. So they are fastest of all. So they are of two types: register to register and memory to register. So those are vector processors. So thank you so much.